ചില ആളുകൾ നേരിയ സന്തോഷം കൊണ്ടൊന്നും അവരാണ്ട് സന്തോഷിക്കാൻ അവർക്കണ്ട് തോന്നില്ല. ഒരു വലിയ സന്തോഷം വേണം. ഒരു പാവം പയ്യനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു യുവാവാണ്. ആ യുവാവിൻ്റെ കല്യാണം അടുത്ത മാസമാണ്. യുവാവ് ഗൾഫിൽ അവിടെ ആയിരിക്കുന്ന സമയത്ത് പോരുന്നതിനേക്കാൾ ഒരു 2 ആഴ്ച മുന്നേ യുവാവിൻ്റെ ചില ഫ്രണ്ട്സ് ഒന്ന് ക്ഷണിച്ചു. ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. അപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ ഈ യുവാവിനോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും നാട്ടിൽ പോവുകയാണല്ലോ, കല്യാണമൊക്കെ ആവാൻ പോവല്ലേ, ഒന്ന് ആഘോഷിക്കണ്ടേ. പാവം നല്ല പയ്യനാണ്, ഒരു തരത്തിലുള്ള വൃത്തികേടും ഇല്ലാത്തൊരു നല്ല പയ്യനാണ്. അപ്പോൾ അവനെ ആഘോഷിക്കാൻ ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ ഒന്ന് ചെന്നു. ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സൊന്നും അല്ല കേട്ടോ. അവരിത്തിരി ഡ്രിങ്ക്സൊക്കെ ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ്. എന്തായാലും ഇതൊക്കെയാണോ ജീവിതം എന്നുള്ള ഡയലോഗൊക്കെ കണ്ട് ഫിറ്റ് ചെയ്ത് ഈ യുവാവിനെ അവർ ആകർഷിച്ച് ഇത്തിരി അടിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞ് 2 പെഗ് കൊടുത്തു. പിന്നെ ഈ യുവാവിനും തോന്നി ശരി തന്നെയാണല്ലോ, ഏതായാലും നാട്ടിൽ പോവുകയാണല്ലോ, ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നതൊക്കെ മേടിച്ച് കുടിക്കുകയും ചെയ്തു എന്നുള്ളത്. അതിനിടയിൽ അവരൊരു സിറിഞ്ച് എടുത്ത് ഈ യുവാവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് യുവാവിനെ കൊണ്ടത് ഇൻജെക്റ്റ് ചെയ്യുകയാണ്. അത് മയക്കമരുന്നായിരുന്നു. ഇവിടെ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വളരെയധികം എൻജോയ് ചെയ്തു. പക്ഷേ ഇപ്പം നാട്ടിലെത്തി ഉറക്കമില്ല, പരക്കം പാഞ്ഞ് നടക്കുകയാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ പിടിച്ച് നടക്കുകയാണ്. യുവാവിൻ്റെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ ശങ്ക എന്താണ്? കല്യാണം കഴിക്കാൻ പോവുകയാണ്, പക്ഷേ യുവാവിനിപ്പോൾ വല്ലാത്ത അസ്വസ്ഥത, ഉത്കണ്ഠ വിടുന്നില്ല, ഡിപ്രഷൻ വന്ന് കയറി, ഉറക്കമില്ല. കാരണം അന്ന് സിറിഞ്ച് കുത്തിവെച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സംശയം ഇതാണ്, തനിക്ക് എയ്ഡ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഒരു സ്ഥലത്ത് പോയി എയ്ഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ചു, എയ്ഡ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ യുവാവിൻ്റെ മനസ്സിലെ ആ ഒരു ഭയം മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത് ചെറിയ സന്തോഷം ഒന്നും പോരാഞ്ഞിട്ട് വലിയ സന്തോഷത്തിന് വേണ്ടി പോയതാണ്. ഇപ്പോൾ വല്ലാത്ത കുറ്റബോധം അത് ചെയ്തതിൽ. കാരണം മനസ്സിൽ നിന്ന് ആ സംഭവം മാറുന്നില്ല. തീർച്ചയായിട്ടും ചെറിയ തരത്തിലുള്ള സന്തോഷങ്ങളൊന്നും അനുഭവിക്കാൻ ചില ആളുകൾക്ക് തയ്യാറല്ല എന്നുള്ളതാണ്. വലിയ സന്തോഷത്തിന് വേണ്ടി പരക്കം പാഞ്ഞ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഭവിക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള ദുരന്തങ്ങളായിരിക്കും എന്നുള്ളതാണ് യുവാവിൻ്റെ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിന്ന സന്തോഷങ്ങൾ, അതാണ് സത്യത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. വലിയ സന്തോഷങ്ങൾ പലപ്പോഴും ദുരന്തത്തിലേക്കും അപകടത്തിലേക്കും നയിക്കുന്നുള്ളത് നമ്മളിന്ന് പലപ്പോഴും വാർത്തകളിലൊക്കെ കാണുന്നതാണ്. വലിയ സന്തോഷത്തിന് വേണ്ടി പോയവരൊക്കെ തന്നെ വലിയ ഒരു അഗാധ ഗർത്തത്തിൽ വീഴുകയും തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിപ്പെടുകയും ചെയ്തത്. എന്നാൽ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ സന്തോഷങ്ങൾ. ഇങ്ങനത്തെ അപകടങ്ങളിലൊന്നും ചെന്ന് ചാടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തിരി കഷ്ടപ്പാടുണ്ട്, ഇത്തിരി സന്തോഷമുണ്ട്, അത് മതി, അതാണ് നല്ല ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ സന്തോഷത്തിന് വേണ്ടി ഒന്ന് അടിച്ചു പൊളിച്ച് പോവാം, ജീവിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ ഇതായിരിക്കും ഗതികേട് എന്നുള്ളതാണ്.